അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സാമ്പത്തിക കാര്യങ്ങളിലും അതുപോലെ തന്നെ അക്കൗണ്ടിങ് മേഖലകളിലുമൊക്കെ പ്രവർത്തിച്ച് ഒരു 15 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ആളും അതുപോലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൽ മാനേജരായി പ്രവർത്തിച്ചതിൻ്റെ പരിചയമുള്ളതും കൂടാതെ നമുക്ക് ഈ ഖത്തർ വേൾഡ് കപ്പിൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് അതുപോലെ AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് പോലെയുള്ള അന്താരാഷ്ട്ര പ്രോഗ്രാമുകളിൽ ഫൈനാൻഷ്യൽ സൂപ്പർവൈസറായി പ്രവർത്തിച്ച് പരിചയമുള്ള നമ്മുടെ കേരളത്തിലെ അരീക്കോട് മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്വദേശി കൂടിയായ ജസ്മൽ CP ആണ് നമ്മുടെ കൂടെ എന്നുള്ളത് ഈ ഒരു സമകാലികം പ്രോഗ്രാമിൽ. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി പരിചയം ഈ ഒരു മേഖലയിലുള്ള പരിചയം നമുക്ക് ചെറുകിട വ്യവസായങ്ങളിൽ അല്ലെങ്കിൽ സംരംഭകർ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ അക്കൗണ്ടിങ്ങിലും ബിസിനസ് പരമായ കാര്യങ്ങൾ സ്ട്രക്ചർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് ആ കാര്യങ്ങൾ നമുക്കൊരു സപ്പോർട്ട് കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രോതാക്കൾക്ക് ഈ ഒരു സമകാലികം സെക്ഷൻ പ്രത്യേകിച്ചും ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മൾ ഈ സമകാലികം പ്രോഗ്രാമിലേക്ക് ജസ്മൽ CP നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണ്. ഒരു പക്ഷേ ഒരു കോമൺ ഇതിൽ നമുക്ക് പറയാം. ഇനിയിപ്പോൾ ബിസിനസ് അല്ലെങ്കിലും ധാരാളം ആളുകൾ ഈ മേഖലയിലുണ്ട്, ബിസിനസ് മേഖലയിൽ നമുക്കുണ്ട്. അപ്പോൾ പലപ്പോഴും ആളുകൾക്ക് അവരുടെ ബിസിനസ്സിൻ്റെ ഒരു ഹെൽത്ത് എന്താണെന്നറിയില്ല. സത്യത്തിൽ ഇത് എങ്ങനെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ മനുഷ്യനാണെങ്കിൽ നമ്മളൊരു ആരോഗ്യം നോക്കണല്ലോ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ബിസിനസ്സിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് ഒരാൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് എന്താണ് എൻ്റെ ഒരു കാര്യം ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ചില സിംറ്റംസ് വരും, പനി വരാം, ജലദോഷം വരാം. അപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഹോസ്പിറ്റൽ ഡോക്ടറെ കാണിച്ച് നമ്മൾ ചെയ്യുന്നത്. ഇതല്ലാതെ തന്നെ നമ്മൾ പീരിയോഡിക്കൽ ഹെൽത്ത് ചെക്കപ്പ് നടത്താറുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതുപോലെ തന്നെയാണ് ഒരു ഒരു ബിസിനസ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഒരു ലീഗൽ പേഴ്സണാണ്. അതും ഒരു പേഴ്സണാണ്, ലീഗൽ പേഴ്സണാണ്. നമ്മളെപ്പോലെ റൈറ്റും അധികാരങ്ങളും കാര്യങ്ങളും ഉള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ലീഗൽ പേഴ്സണാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ആരോഗ്യം പോലെ തന്നെ നമുക്ക് നിലനിൽക്കാൻ നമുക്ക് ഈ മെഡിക്കൽ ചെക്കപ്പും ഇതും ആവശ്യമുള്ളത് പോലെ തന്നെ ഒരു ബിസിനസ് നിലനിൽക്കാനും അതിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് നമ്മൾ പീരിയഡിക്കലായിട്ടും അതിൻ്റെ സിംറ്റംസ് കാണിക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ഉറപ്പ് വരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും പല ആളുകളും ഇത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ആരോഗ്യം നിലനിർത്താൻ പോഷകാഹാരങ്ങൾ കഴിക്കുന്ന പോലെ, ടൈമിൽ ഭക്ഷണം കഴിക്കുന്ന പോലെ, നിങ്ങൾ സൂചിപ്പിച്ച പോലെ ചെക്കപ്പൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബിസിനസ്സിനെ നമ്മൾ ഇതിന് വിധേയമാക്കണം എന്നുള്ളതാണ്. ചെക്കപ്പിന് വിധേയമാക്കണം, അതിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കണം എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. പലപ്പോഴും കാഴ്ചയിൽ പലപ്പോഴും നമ്മളെ ശരീരം കണ്ട നമുക്ക് എന്തില്ല, അനാരോഗ്യങ്ങളൊന്നും നമുക്ക് കാഴ്ചയിൽ കാണൂല. പക്ഷെ നമ്മൾ ഈ ചെക്കപ്പ് നമുക്ക് പലപ്പോഴും സർപ്രൈസുകൾ വരും. പല മെഡിക്കൽ ചെക്കപ്പ് കഴിയുമ്പോഴേക്കും നമുക്ക് സർപ്രൈസ് ആയിട്ട് യു ഹാവ് ദിസ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ബിസിനസ്സും. അപ്പോൾ അതിൻ്റെ ഹെൽത്ത് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. നമ്മൾ റിവ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ അതിന് സിംറ്റംസിന് ആ ടൈമിൽ റിയാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കതും മനസ്സിലാക്കാൻ കഴിയില്ല. കോംപ്ലിക്കേഷനിലേക്ക് പിന്നീട് അത് റിക്കവർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കോംപ്ലിക്കേഷനിലേക്ക് അത് പോകും. ഓക്കെ. പലപ്പോഴും ഈ സംരംഭകർ, ഈ ബിസിനസ് നടത്തുന്ന ആളുകൾ അവരുടെ ഈ ഒരു ബിസിനസ്സിനെ നമ്മൾ സൂചിപ്പിച്ച ഈ ഹെൽത്ത് കണ്ടീഷൻ, ബിസിനസ്സിൻ്റെ ഒരു ആരോഗ്യ കണ്ടീഷൻ ചെക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇത് വളരെ സിമ്പിളാണ്. നമ്മളെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരാൾ ഡ്രൈവിങ്ങിൽ ഭയങ്കര ക്രേസ് ഉള്ള ആളാണ്, താല്പര്യമുള്ള. ഓക്കെ. അപ്പോൾ അയാൾ ശ്രദ്ധിക്കുന്ന ഡ്രൈവിങ് നല്ല ക്രേസ് ആയിട്ട് അയാളെ വണ്ടി എടുത്ത് നല്ല ഡ്രൈവ് ചെയ്ത് പോകണം. അയാളെ വണ്ടിക്ക് ഒരു ഡാഷ്ബോർഡ് ഇല്ല നോക്കാം. ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡാഷ്ബോർഡ് എന്തൊക്കെയാണ് നമുക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഫ്യൂൽ എത്രയുണ്ട്, സ്പീഡ് എന്താണ്, ഓവർ സ്പീഡിലാണോ അതല്ല അണ്ടർ സ്പീഡിലാണോ നിങ്ങൾ പോണത്, എഞ്ചിൻ്റെ ഇതെന്താ, സ്റ്റാറ്റസ് എന്താ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കാറിൻ്റെ ഡാഷ്ബോർഡ് കാണിക്കും. ഇയാൾക്ക് ഇതില്ല നോക്കാം. ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഈ ഡ്രൈവിങ്ങിലാണ് ഇയാളെ ക്രേസ്. ഈ ക്രേസ് വെച്ചിട്ട് അയാൾ ഡ്രൈവ് ചെയ്ത് പോവാണ്. ഇയാൾക്ക് ഇത് അറിയണില്ല. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ എന്ത് സംഭവിക്കും? ഈ സിംറ്റംസ് ശ്രദ്ധിക്കാത്തതുകൊണ്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അയാൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ചില ആളുകൾ ഒരു ബിസിനസ് തുടങ്ങുന്നത്. പാഷൻ്റെ പുറത്താണ് ബിസിനസ് തുടങ്ങുക. ഈ ഡ്രൈവിങ്ങിൽ ക്രേസ് ഉള്ള പോലെ ഇവർക്കൊരു പാഷൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് ആ പ്രൊഡക്റ്റിലുള്ള ക്രേസ് ഉണ്ടാവും, പാഷൻ ഉണ്ടാവും. അതല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സർവീസുള്ള പാഷൻ ഉണ്ടാവും.
അതല്ലെങ്കിൽ അവർക്ക് അവരുടെ അടുത്തുള്ള കസ്റ്റമേഴ്സിൻ്റെ മേലെ അവർക്കൊരു പാഷൻ, അതല്ലെങ്കിൽ അവരുടെ ഒരു ബ്രാൻഡിനൊരു പാഷൻ. അതെ, ഈ ഒരു പാഷൻ്റെ പുറത്തായിരിക്കും മിക്കവാറും ഇവർ ബിസിനസ് തുടങ്ങുന്നത്, ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ഈ പാഷനാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ലൈവ് ചെയ്യണമെങ്കിൽ, അത് നിലനിൽക്കണമെങ്കിൽ അതിന് ഡിസിപ്ലിൻ വേണം. ഈ ഡിസിപ്ലിൻ എന്നുള്ള പാർട്ട് ഇവർ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ഈ ഡിസിപ്ലിനെ ഓവർ ഷേഡോ ചെയ്യാണ് എന്ത് ചെയ്യുന്നത്, പാഷൻ പിന്നെ ഡിസിപ്ലിൻ ഓവർ ഷേഡോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മിക്കവാറും എല്ലാ കാര്യങ്ങളിലും, ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളിലും അത് ബാധിക്കും. അപ്പോൾ അതാണ് മെയിൻ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പിന്നെ ജീവിതത്തിൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് ബിസിനസ്സിന് അതിൻ്റേതായ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അത് പൂർണ്ണ ബോധ്യത്തോടെ കരുതി അറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ആരോഗ്യകരമായിട്ടൊരു ബിസിനസ്സിനെ കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് താങ്കൾ സൂചിപ്പിച്ചത്. ഈ ബിസിനസ്സിൽ ഇപ്പോൾ നമ്മൾ ഈ സൂചിപ്പിച്ച പോലെ തന്നെ പിന്നെ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കാണാതിരിക്കുക, ബ്ലൈൻഡ് ബാധിക്കുക എന്നൊക്കെ പറയാം, അന്ധത ബാധിക്കുക ബിസിനസ്സിൽ. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് ഒരു ബിസിനസ്? പ്രധാനമായും ഒരു സ്ഥാപനം, ഒരു ബിസിനസ് സ്ഥാപനം, നമ്മൾ അതിൻ്റെ റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈമിൽ എടുക്കണം. ഓരോ ഡിസിഷൻ, വെദർ ഇറ്റ് ഈസ് ഫിനാൻഷ്യൽ ഡിസിഷൻ, മാർക്കറ്റിംഗ് ഡിസിഷൻ, എന്ത് ഡിസിഷൻ ആയാലും അതിൻ്റെ ടൈമിൽ ആ ഡിസിഷൻ എടുക്കണം. അപ്പോൾ പിന്നെ ഒരു പാഷൻ്റെ പുറത്ത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയ ഒരു ബിസിനസ് ആണെങ്കിൽ അയാളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അയാളുടെ പാഷനായിരിക്കും, അല്ലെങ്കിൽ ഇമോഷനായിരിക്കും. അത് ഫാക്ച്വൽ ആയിക്കൊള്ളണം എന്നില്ല. ഈ ഫാക്ച്വൽ അല്ലാതിരുന്നാൽ അയാൾക്ക് പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലത്തെ പല സിംറ്റംസും ഇൻഡിക്കേറ്റേഴ്സും നമ്മൾ അയാൾ ഡാഷ്ബോർഡ് അയാൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ അയാൾക്ക് അയാളെ ബിസിനസ്സിൻ്റെ എന്താണെന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലാവില്ല, എവിടെയാണെന്നുള്ളത്. അത് നമ്മൾ ചിലപ്പോൾ കോസ്റ്റ് ട്രാക്ക് ചെയ്യുന്നുണ്ടാവില്ല, പിന്നെ എക്സ്പെൻസ് എന്തെങ്കിലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടാവും, റവന്യൂ ഓവറായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും, റവന്യൂ കൂടുതൽ, എക്സ്പെക്റ്റേഷൻ കൂടുതലായിരിക്കും, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ. അതുപോലെ പിന്നെ ഈ വാർണിംഗ് സിഗ്നൽസ് ഒന്നും ഇയാളെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവില്ല. ഇതിനൊക്കെ പുറമെ വളരെ പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ഉണ്ട്. ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ഉണ്ട്. എന്താണ്? ഒരു ബിസിനസ് തുടങ്ങിയ ഒരു സ്റ്റേബിളായി കഴിഞ്ഞാൽ അതിന് നെക്സ്റ്റ് സ്റ്റേജ് ഗ്രോത്താണ്. ഈ ഗ്രോത്തിലേക്ക് ഒരു സ്ട്രാറ്റജി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഒരു സ്ട്രാറ്റജി നമ്മൾ ഡിസൈഡ് ചെയ്ത് തീരുമാനിച്ചുണ്ടാക്കണം. ഇങ്ങനത്തെ ഒരു ഇമോഷൻ്റെ ബേസിൽ ഡിസിഷൻ എടുക്കുന്ന ഒരാൾക്ക് ആ സ്ട്രാറ്റജിയിലേക്ക് എത്താൻ, അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് നഷ്ടപ്പെടുക, അതിലേക്ക് എത്താൻ പറ്റില്ല അവർക്ക്. അവരുടെ സ്റ്റാറ്റസ്, റിയൽ സ്റ്റാറ്റസ് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല ഒരു ഗ്രോത്ത് സ്ട്രാറ്റജി അവർക്ക് ഇടപെടാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെ ഒരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി അവർ മിസ് ചെയ്യും. അത് ഇതിൻ്റെ അവസരങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോവാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ബിസിനസ്സിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് അടുത്തൊരു 3 to 4 ഇയേഴ്സിലേക്ക് നമുക്കൊരു പ്രൊജക്റ്റായിട്ട് നമ്മളെ പ്ലാനിനെ കാണാൻ കഴിയുള്ളൂ. അതാണ് സൂചിപ്പിച്ചത്. നിങ്ങളിപ്പോൾ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പോൾ ഓരോ ബിസിനസ്സിനും നമ്മൾ പിന്നെ ട്രാക്ക് ചെയ്യേണ്ട മികച്ച ഈ സൂചകങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൂചിപ്പിക്കാം? പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഡാഷ്ബോർഡ് ഇൻഡിക്കേറ്റേഴ്സ് പ്രോപ്പറായി ശ്രദ്ധിക്കണം. അതുപോലെ ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ചെറുകിട സംരംഭകനായാൽ അദ്ദേഹം 3 കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ 3 പറയുകയാണെങ്കിൽ ഒന്ന് ക്യാഷ് ഫ്ലോ, പിന്നെ പ്രോഫിറ്റബിലിറ്റി, പിന്നെ റെസീവബിൾസ് ആൻഡ് പേബിൾസ്. ഈ ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു റേഷ്യോ ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതെ, വരവും പോക്കും, പൈസ എത്ര വരുന്നു എത്ര പോകുന്നു. കാരണം ഇതിൻ്റെ ബേസിലാണ് നമുക്ക് എന്ത് ചെയ്യണത്, എത്ര നമുക്ക് ലിയാബിലിറ്റി ഉണ്ട്, എത്ര അടക്കാനുണ്ട്. അടുത്ത ഒരു 2-3 മാസത്തേക്ക് നമുക്ക് ബിസിനസ് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ അടുത്ത് ഇത് മീറ്റ് ചെയ്യാനുള്ള ക്യാഷ് നമ്മുടെ അടുത്ത് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. ശരിക്കും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ചെറിയ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലീസ്റ്റ് ഒരു 3 മാസത്തെ പിന്നെ അതിൻ്റെ ലിയാബിലിറ്റീസ് പിന്നെ കവർ ചെയ്ത് പോകാനുള്ള ക്യാഷ് നമ്മളെടുത്ത് ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്യാഷ് ക്രഞ്ച് വന്നിട്ട് നമ്മുടെ ഡിസിഷൻസിനെ അതൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ക്യാഷ് ഫ്ലോ ശരിക്കും അങ്ങനെ പറയുമ്പോൾ ഒരു ഓക്സിജനാണ്, ബിസിനസ്സിൻ്റെ ഓക്സിജൻ എന്ന് പറയാം ക്യാഷ് ഫ്ലോ. അതെ, ഈ ഓക്സിജൻ എല്ലാം നമ്മൾ സഫോക്കേറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ ഒരു ക്യാഷ് ഫ്ലോ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാത്ത ഒരു ബിസിനസ് സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അയാളെ ബിസിനസ് സഫോക്കേഷനിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞു പ്രോഫിറ്റബിലിറ്റി. പിന്നെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യണ കാര്യങ്ങൾ, അതായത് ബിസിനസ്സിൻ്റെ റവന്യൂ ഉണ്ട്, ഇൻകം ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, അതർ ഇൻകം, ഇങ്ങനെ ഒരു ഇപ്പോൾ പ്രോഫിറ്റ് ലോസ് ഒക്കെ അവർക്കറിയാൻ, പ്രോഫിറ്റ് ലോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും ആളുകൾ, ഇതുണ്ടാവും. ഇതൊക്കെ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ റവന്യൂ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. മിക്കവാറും സംഭവിക്കുന്ന നമ്മൾ കോൺഫിഡൻസ് പാഷൻ്റെ പുറത്ത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ ഈയിടെ അടുത്ത് ഞാനൊരു വായിച്ചു, അതായത് ഒരു ആളെ ഹോട്ടൽ നല്ല തിരക്കാണ്,
എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഫുൾ ഓഫ് പീപ്പിൾ ആണ്. ചായ എടുക്കാൻ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. പക്ഷേ ക്യാഷ് ഡ്രോയർ തുറക്കുമ്പോൾ അതിൽ ക്യാഷ് ഇല്ല. അയാൾ ആവശ്യത്തിന് വാടക പൈസ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? അയാൾക്ക് ക്യാഷ് വരുന്നില്ല, കച്ചവടം നടക്കുന്നുണ്ട്, ക്യാഷ് വരുന്നില്ല. ക്യാഷ് കാരണം എന്താ? കച്ചവടം നടന്നത് കൂടുതലും കടത്തിലായിരുന്നു. ആളുകൾ അവിടെ പിന്നെ കടം എഴുതിയിട്ട് പോയിട്ടാണ് കൂടുതൽ കച്ചവടം നടന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരും. അപ്പോൾ ഈ പ്രോഫിറ്റബിലിറ്റി അതുപോലെ തന്നെ ഈ പ്രോഫിറ്റബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസ് നമ്മൾ ഇപ്പോൾ എക്സ്പെൻസ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ബിസിനസ്സിൻ്റെ ഒരു പിന്നെ ബേസിക് ഫോർമുല എന്ന് പറയുന്നത് തന്നെ പിന്നെ എക്സ്പെൻസിനെ കൂടുതലായിട്ട് കാണണം നമ്മൾ എപ്പോഴും. നോർമൽ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യണം. ഒരു 100 രൂപേന് ചിലവെങ്കിൽ 150 രൂപ നമ്മൾ ചിലവിടണം. റവന്യൂ 150 വരുന്നത് നമ്മൾ 100 ആക്കിയിട്ട് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രോഫിറ്റബിലിറ്റി ശ്രദ്ധിക്കാതെ പോകുന്നതും പിന്നെ ഏത് പ്രൊഡക്റ്റാണ്, ഇപ്പോൾ പ്രൊഡക്റ്റ് സെയിലാണെങ്കിൽ ഏത് പ്രൊഡക്റ്റാണ് സ്റ്റോക്ക് ചെയ്യാൻ നല്ലത്, ഏത് പ്രൊഡക്റ്റ് ഓവർ സ്റ്റോക്ക് ഉണ്ടോ, അണ്ടർ സ്റ്റോക്ക് ഉണ്ടോ, പിന്നെ സെയിലാവാത്ത സ്റ്റോക്കുകളൊന്നും നമ്മൾ എന്ത് ചെയ്യും, പിന്നെ വെറുതെ നമ്മളെ ഗോഡൗണിൽ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഏതാണ് ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, ഇതിൻ്റെ മൂവ്മെൻറ്റ് അനാലിസിസ്, ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ഇത് പോകുള്ളൂ. സാമ്പത്തിക സൂചനകൾ നോക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ റിസീവബിൾസ്, പേബിൾസ്. നമുക്ക് എത്ര ആളുകൾക്ക് നമ്മൾ പേ ചെയ്യാനുണ്ട്, അതുപോലെ എത്ര ആളുകളുടെ അടുത്ത് നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കളക്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ പിന്നെ ഒരു ബിസിനസ് നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ ഹോട്ടലിലെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, അവിടെ കൂടുതലും ക്രെഡിറ്റ് സെയിലാണ്. അപ്പോൾ കച്ചവടം നന്നായി നടക്കുന്നുണ്ട്, പിന്നെ അയാൾക്ക് എന്താണ് ക്യാഷ് ക്രെഡിറ്റ് സെയിൽ കൂടുതലാണ്, അതുകൊണ്ട് ക്യാഷ് വരുന്നില്ല. അയാളുടെ പ്രൊഡക്ട്സ് എല്ലാം വിറ്റ് പോകുന്നുണ്ട്, സാധനം ഇങ്ങോട്ട് വരുന്നില്ല. പക്ഷേ അയാൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ആ റിസീവേഴ്സ് പേബിൾസ് അയാൾ ആ റേഷ്യോ അതിനൊരു റേഷ്യോ പറയുന്നതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 1.5 to 1 എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അതായത് കറണ്ട് അസറ്റ് കറണ്ട് ലിയബിലിറ്റി എന്നതിന് പറയാം. അതായത് ഈ ഒരു കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലിയബിലിറ്റി എന്നൊക്കെ നമ്മൾ പറയുമ്പം ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ നമുക്ക് വരുന്ന പിന്നെ ബാധ്യതകൾ, അങ്ങനെയാണ് കറണ്ട് അസറ്റും ലിയബിലിറ്റിയും എന്നുള്ള രീതിയിൽ ബൈഫർഗേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് ഈ റിസീവബിൾസിന് വേറെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓവർ ഡ്യൂ റിസീവബിൾസ് ഉണ്ടാവും, ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ കിടക്കുന്നുണ്ടാവും. പക്ഷേ പേബിൾസ് പിന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, അത് അവർ ഫോളോ ചെയ്തു. അതെ. അപ്പോൾ ഈ പ്രധാനമായും ഈ 3 കാര്യങ്ങളാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടതെന്നാണ് പിന്നെ എൻ്റെ ഒരു പഠനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സാധാരണ ഇപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് സംശയം ഉണ്ടാവും, നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആൾ ഒരു സാമ്പത്തിക വർഷത്തിൽ എത്ര തവണ അയാളുടെ ഒരു പിന്നെ ബിസിനസ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ആരോഗ്യം ഇപ്പോൾ നല്ലതാണോ, എന്താ അവസ്ഥ എന്നൊന്ന് സാധാരണ നമുക്കൊരു പിന്നെ നമ്മളിപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇയർ കണക്കാക്കുക April to March പല ആളുകളും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വർഷത്തെ ഒരു 12 മാസത്തിനിടയിൽ ഒരാൾ എത്ര തവണ ഇത് ചെക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എത്ര തവണ വിജിലൻ്റ് ആയിരിക്കണം എന്നുള്ളതൊന്ന് പറയാം. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ഒരു എൻട്രപ്രണർ, ഒരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയ ഒരാൾ, അദ്ദേഹം ഡെയിലി ചെയ്യണമെന്ന് പറയും. ഡെയിലി എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ പീരിയോഡിക്കലായിട്ട് ചെയ്യേണ്ടത് വേറെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ശരിക്കും ഇപ്പോൾ ഇന്ന് ഞാനൊരു എൻട്രപ്രണറാണ്, അല്ലെ പിന്നെ നിങ്ങളൊരു എൻട്രപ്രണർ ആണെങ്കിൽ നിങ്ങൾ രാവിലെ നിങ്ങൾ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടേബിളിൽ ഒരു പേപ്പർ വേണം. അപ്പോൾ ആ പേപ്പറിൽ ഉണ്ടായിരിക്കണം എൻ്റെ കയ്യിൽ ഇപ്പോൾ, അതായത് ഇന്നലെ ക്ലോസ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഇത്രയുണ്ട്, ബാങ്കിൽ ഇത്ര ക്യാഷ് ഉണ്ട്, ഓക്കെ, ഞാൻ ഇന്ന് ഇത്ര ആളുകൾക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്, എനിക്ക് ഇത്ര കിട്ടാനുണ്ട്. അയാൾക്ക് ആ റിപ്പോർട്ട് അയാൾക്ക് ഡെയിലി രാവിലെ കൊടുത്തു നോക്കിയേ, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന്നത്തെ ദിവസം ഫിനാൻഷ്യൽ പ്ലാനിങ് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. മോർണിംഗ് തന്നെ അയാൾക്ക് അല്ലെങ്കിൽ വേണ്ട ഇന്നല്ലെങ്കിൽ 2-3 ദിവസത്തേക്ക് ഇത്ര ചെയ്യാനുണ്ട്. അപ്പോൾ അയാൾക്ക് അത് ഫണ്ട് മാനേജ്മെൻറ്റ് വളരെ ഈസി ആയിരിക്കും. ഒരുപാട് തലവേദനകൾ കുറയും. ഇങ്ങനെ ഇത് ഡെയിലി ചെയ്യണം എന്നാണ് ഞാൻ പറയാം. അതേപോലെ തന്നെയാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, P&L അക്കൗണ്ട്, പിന്നെ അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ശരിക്കും നമ്മളൊരു വീക്കിലി ചെയ്യണം. വീക്കിലി അവലോകനം നടത്തണം, വീക്കിലി റിവ്യൂ ചെയ്യണം ശരിക്ക്. അപ്പോൾ അതിൻ്റെ പാച്ച് നമ്മൾ ഓവർ ഡ്യൂസ് അണ്ടർ റിവ്യൂസും, പിന്നെ എവിടെയാണ് പാച്ച് ചെയ്യേണ്ടത്, ഈ റേഷ്യോ കറക്റ്റായിട്ട് വരുന്നുണ്ടോ, നമ്മളെ റിക്വയർഡ് ഫണ്ട് നമുക്ക് പിന്നെ മാറ്റി വെക്കാൻ കഴിയുന്ന രീതിയിലാണോ ക്യാഷ് ഫ്ലോ വരുന്നത്, പിന്നെ സെയിൽസ് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ മാസം, അതിൽ ഇപ്പോൾ സെയിൽസ് ഈ മാസം കുറഞ്ഞാൽ തന്നെ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫണ്ട് ഇതിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു വീക്കിലി ഫണ്ട് ഒരു ക്യാഷ് ഫ്ലോ ഒരു വീക്കിലി നമ്മൾ റിവ്യൂ ചെയ്യണം എന്നാണ് ഞാൻ പറയാം. അതുപോലെ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഒരു മന്ത്ലി വൺസ് എങ്കിലും അത് ചെയ്തിരിക്കണം. മിക്കവാറും എൻ്റർപ്രണേഴ്സിന് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ പാഷൻ്റെ ബേസിലാണ് കൂടുതൽ ആളുകൾ വരുന്നത്. അപ്പോൾ അവർക്ക് ഈ വക കാര്യങ്ങൾ കൂടുതൽ പിന്നെ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ധാരണ കുറവായിരിക്കും. അപ്പോൾ അവർ
പിന്നെ അവരത് മനഃപൂർവ്വം തന്നെ അത് കുറച്ചും കൂടെ മനസ്സിലാക്കണം, എങ്ങനെയാണ് ഇത് ഇപ്പോൾ ഒരു P&L അക്കൗണ്ട് എങ്ങനെയാണ് റീഡ് ചെയ്യുക എന്നുള്ളതൊക്കെ അവർ ബേസിക്കായിട്ട് അറിയുന്നവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇത്. അപ്പോൾ അതിൽ പിന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ തന്നെ പിന്നെ എന്തൊക്കെയുണ്ടാവും, ഒരു സെയിൽസ് ചിലപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടി വരും, പ്രീവിയസ് മന്ത് സെയിൽസ്. സാധാരണ ഒരു സെയിൽസും എക്സ്പെൻസും ഇൻകും ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നൊരു ബേസിക് രീതിയുണ്ട്. അതായത് കഴിഞ്ഞ 3 മാസത്തെ പിന്നെ സ്റ്റേറ്റ്മെൻറ്റിൽ കഴിഞ്ഞ 3 മാസത്തെ എക്സ്പെൻസ് സെയിൽസ് ഇതാണ് വന്നിട്ടുള്ളത്, ഈ മാസം ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ മാസം നിങ്ങളിപ്പോൾ ഒക്ടോബർ അല്ലെങ്കിൽ സെപ്റ്റംബർ ക്ലോസ് ആയി, ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ നമ്മൾ റിവ്യൂ ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ 3 മാസത്തെ ഇതും സെപ്റ്റംബറിൽ ഇതാണ് സ്റ്റാറ്റസ്. അവിടെ നിർത്താൻ പാടില്ല. ഇതേ സെപ്റ്റംബറിൽ കഴിഞ്ഞ വർഷം എന്തായിരുന്നു സ്ഥിതി? കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ സമയത്ത് ചിലപ്പം പിന്നെ 2 മാസം സെയിലുണ്ടാവും, റവന്യൂ ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും, പക്ഷേ ഈ മാസം കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പ്രശ്നമായിരിക്കില്ല. ചിലപ്പോൾ പ്രീവിയസ് സെയിം ഇയറിൽ സെയിം മന്തിൽ എന്തായിരുന്നു, ചിലപ്പം മഴൻ്റെ സീസൺ ആയിരിക്കാം. അപ്പോൾ ചിലപ്പം വേറെ കാരണം കൊണ്ടൊന്നും ആയിരിക്കാം, സീസണലായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുന്നത് സെയിം മന്തിൽ പ്രീവിയസ് ഇയറിൽ എന്തായിരുന്നു. ഇങ്ങനെ ഒരു ട്രെൻഡ് കമ്പാരിസൺ, അത് എക്സ്പെൻസും ഇൻകും സെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിങ്ങൾ സംസാരത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പാഷനായിട്ട് വന്ന ആളുകളെ സംബന്ധിച്ച് പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഇത് സിമ്പിളായിട്ട് ഈ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് മനസ്സിലാക്കാൻ, മന്ത്ലി മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും സിമ്പിൾ രീതികൾ എന്തെങ്കിലും ഉണ്ടോ, അതോ അതിനൊരു പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൻ്റെ സപ്പോർട്ട് വേണ്ടി വരും? എങ്ങനെയാണ് അതിൻ്റെ? അതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു റിവ്യൂ നമ്മൾ 2 പോയിൻ്റ് പറഞ്ഞോളൂ. പിന്നെ മൂന്നാമത്തെ ഒരു നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുണ്ടെന്ന് പ്രധാനപ്പെട്ട ഞാൻ വിട്ടുപോയി. ശരിക്കും ഒരു പിന്നെ സ്ഥാപനം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും റിവ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഗ്രോത്ത് സ്റ്റേജിലേക്കുള്ള ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണം. ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് റിവ്യൂ ആക്ച്വലി അത് എന്ത് ചെയ്യണം, ഒരു once in 3 months ഒരു ക്വാർട്ടർലി അത് പിന്നെ അതിൻ്റെ ഒരു സെറ്റപ്പ് കൂടെ ഉണ്ടാക്കണം. നമ്മളെ സ്ട്രാറ്റജി ഒരു കഴിഞ്ഞ 3 മാസത്തെ അങ്ങനെ ഒരു ക്വാർട്ടറിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഗ്രോത്ത് സ്ട്രാറ്റജിയും കൂടെ റിവ്യൂ ചെയ്ത് അത് പുതിയ സ്ട്രാറ്റജിയിൽ അഡോപ്റ്റ് ചെയ്ത് ആ രീതിയിലുള്ള ഒരു റിവ്യൂയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പിന്നെ ഒരു സ്ഥാപനത്തിന് പിന്നെ ഒരു അക്കൗണ്ടിൻ്റെ പ്രാധാന്യമാണ് ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചത്. ഇപ്പോൾ എനി ബിസിനസ് അവിടെ അക്കൗണ്ടിങ് നിർബന്ധമാണ്. തീർച്ചയായിട്ടും അതില്ലാത്തതിൻ്റെ അനുഭവം പലപ്പോഴും പലർക്കും ഉണ്ടാവും. പിന്നെ അതിൻ്റെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോംപ്ലക്സ് അക്കൗണ്ടിങ് സിസ്റ്റം വേണമെന്നല്ല, വളരെ സിമ്പിളായിരിക്കണം. ഈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞാൽ വെച്ചാൽ ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ഓഫ് ബിസിനസ്, അതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിന് ഒരുപാട് ആൾക്കാരോട് സംസാരിക്കാനുണ്ട്. ഒരു ചെറുകിട വിട്ട് തന്നെ പല ആളുകളോടും ഇതിന് സംസാരിക്കാനുണ്ട്. ഇപ്പോൾ മാനേജർ എൻ്റർപ്രണറാണെങ്കിൽ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ വർഷം ഇത്ര പ്രോഫിറ്റ് ആട്ടോ, ഈ പ്രാവശ്യം ഇത്ര പ്രോഫിറ്റാണ് അയാൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ബാങ്ക് പറയും ഓക്കെ ഇയാൾക്ക് പൈസ കടം കൊടുക്കാം, കാരണം ഇയാൾക്ക് റീപേയിങ് കപ്പാസിറ്റി ഉണ്ട് എന്ന് ഇയാൾക്ക് പറയാൻ പറ്റും. പ്രീവിയസ് സ്റ്റാറ്റസ് നോക്കിയിട്ട് പറയാൻ പറ്റും. നിങ്ങൾക്കൊരു പാർട്ണറെ ഇൻവോൾവ് ചെയ്യണം, പാർട്ണർക്ക് കാണിച്ചു കൊടുത്താൽ മതി ഞങ്ങളെ ഇൻകം ഇത്ര വരുന്നുണ്ട് കേട്ടോ, ഈ പാർട്ണർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് കണ്ടിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ശരിക്കും ഒരു ബേസിക് വലിയ കോംപ്ലക്സ് അക്കൗണ്ടിങ് സിസ്റ്റം ഒന്നും വേണമെന്നില്ല. നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പിന്നെ എവറി ബിസിനസ് ട്രാൻസാക്ഷൻ, എനി ട്രാൻസാക്ഷൻ, പിന്നെ എന്താണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അത് നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാനുള്ളൊരു സിസ്റ്റം വേണം. അത് പിന്നെ ഡോക്യുമെൻ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് എക്സൽ മതി, കുഴപ്പമില്ല. ഒരു ചെറുകിട സ്ഥാപനമാണ്, എക്സൽ മതി. നമ്മളെ പർപ്പസ് സെർവ് ചെയ്യണം. അതുപോലെ പിന്നെ ഇപ്പോൾ കുറേ മൊബൈൽ ആപ്പുകളൊക്കെ അവൈലബിൾ ആണ്, അത് മതി. അപ്പോൾ നമുക്ക് അത്രേ ഉള്ളൂ. നമ്മളെ പിന്നെ റിയൽ ഇൻഫർമേഷൻ നമുക്ക് എപ്പോഴും ഫീഡ് ചെയ്ത് കിട്ടണം. നമ്മൾ അതിൻ്റെ ബേസിൽ നമുക്ക് പലതും ചെയ്യാനുണ്ട്, പലതും ചിന്തിക്കാനുണ്ട്. അതാണ്. അപ്പോൾ അത് നിർബന്ധമാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് പിന്നെ ബിസിനസ്സിലേക്ക് നമ്മൾ ഇറക്കുന്ന ക്യാഷാണെങ്കിലും നമുക്ക് കിട്ടുന്ന ക്യാഷാണെങ്കിലും എല്ലാം റെക്കോർഡിക്കലി നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. അതെ. അതുപോലെ തന്നെ പല ആളുകളും ചിന്തിക്കുന്നുണ്ടോ, ഞാൻ വളരെ ചെറിയൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു കച്ചവടമാണ്, അപ്പോൾ പക്ഷേ അതിനൊക്കെ ഞാൻ അക്കൗണ്ടിങ് കീപ്പ് ചെയ്യണമെന്ന് പല ആൾക്കാർക്കും ഒരു സംശയം ഉണ്ടാവും. സംശയം മാത്രമല്ല, പല ആൾക്കാരും ഇന്നവരെ അത് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. ബിസിനസ് തുടങ്ങിയിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടാവും, പക്ഷേ കൃത്യമായിട്ടൊരു അക്കൗണ്ട് എഴുതി വെക്കുന്ന സിസ്റ്റമോ കണക്ക് എഴുതി വെക്കുന്ന സിസ്റ്റമോ ഒന്നും അവരെത്തുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു ചെറുകിട ബിസിനസ് ആണെങ്കിൽ പോലും അക്കൗണ്ടിങ് ആവശ്യമുണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? അക്കൗണ്ടിങ് ആവശ്യമുണ്ട്. ചെറുകിട സ്ഥാപനമാണെങ്കിലും വൻകിട സ്ഥാപനങ്ങളാണ് അക്കൗണ്ടിങ് നിർബന്ധമാണ്. നിങ്ങൾ പറഞ്ഞ നേരത്തെ ആളുകളുണ്ട്, നേരത്തെ പറഞ്ഞ ആളുകൾ, അതായത് അക്കൗണ്ടിങ് പ്രോപ്പർലി കീപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള ആളുകൾ, ഒന്നുകിൽ അവരെ കച്ചവടം
ഏകദേശം ഓൾമോസ്റ്റ് സാറ്റുറേഷൻ ആയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അവരിപ്പോൾ ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ടാവും, ആകെ തല പുകഞ്ഞ് നടക്കുന്നുണ്ടാവും. എല്ലാത്തിനും ഒരു സിസ്റ്റം വേണമല്ലോ. അതെ. അപ്പോൾ അക്കൗണ്ടിങ് നിർബന്ധമായിട്ടും ചെറുകിട വൻകിട ആയിക്കഴിഞ്ഞാലും പിന്നെ നിർബന്ധമായിട്ടും ഒരു സിസ്റ്റം, അക്കൗണ്ടിങ് സിസ്റ്റം നിർബന്ധമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലക്സ് സിസ്റ്റം വേണ്ട, സിമ്പിൾ. നമ്മുടെ ഗോൾ എന്താണ്? ഇത് ക്ലാരിറ്റി വേണം. ഇതിൽ അക്കൗണ്ട്സിന് കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് ഫീഡ് ചെയ്യണം. നമുക്ക് റൈറ്റ് ഡിസിഷൻ എടുക്കണമെങ്കിൽ റൈറ്റ് ഇൻഫർമേഷൻ വേണം. അപ്പോൾ അത്രേ ഉള്ളൂ അതിൻ്റെ പർപ്പസ് എന്ന് പറയാം. എന്തായാലും ഇത് ബിസിനസ്സിൻ്റെ പോക്ക് എങ്ങോട്ടാന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു കണക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചെറിയ ബിസിനസ് ആണെങ്കിലും വലിയ എമൗണ്ട് ഇറക്കി ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും വലിയ എമൗണ്ട് ഇറക്കി ചെയ്യുമ്പോൾ അവർ കുറച്ചുകൂടി പ്രൊഫഷണലി അക്കൗണ്ട് വെച്ചിട്ട് മാനേജ് ചെയ്ത് പോകണമെങ്കിൽ അവർക്ക് അത് ഫോളോ ചെയ്യാൻ കഴിയും. ചെറുകിടക്കാരാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ എന്ത് ചെയ്യണം, ഒരു ബുക്കിലോ അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ആയിരിക്കും ചെയ്യുന്ന എക്സലുകൾ, അതിലൊക്കെ അതുപോലെ ഇപ്പോൾ മൊബൈൽ ആപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ അതെങ്കിലും മിനിമം നമ്മൾ കീപ്പ് ചെയ്താൽ പിന്നീട് തലവേദന എടുക്കണ്ട, അല്ലെങ്കിൽ ഇത് പൂട്ടിപ്പോകേണ്ട അവസ്ഥ വരും. ഓക്കെ, എന്തായാലും നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ഒരു തുടർച്ച നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ എന്തായാലും കേൾക്കാം. അപ്പോൾ ഇന്നത്തെ സമകാലികത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ജസ്മൽ അലി CP ആണ്. അദ്ദേഹം 15 വർഷത്തോളമായിട്ട് സാമ്പത്തിക മേഖലയിൽ അക്കൗണ്ടിങ് സെക്ഷനിലും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കൈകാര്യം ചെയ്ത് കഴിവുള്ള വിദഗ്ധനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തുടർച്ച മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.